നല്ലൊരു പാൽക്കപ്പയും ബീഫും ആയാലോ? ഞാൻ ആദ്യമായിട്ട് പാൽക്കപ്പ കഴിക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വെച്ചാൽ, അതും ആൻറ്റി ഉണ്ടാക്കി തന്നെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നന്നായി കഴുകി വൃത്തിയാക്കിയ കപ്പ ഉപ്പിട്ട് വേവിക്കാൻ വയ്ക്കാം. കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സെറ്റാക്കാം. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ആദ്യം റെഡിയാക്കി വയ്ക്കാം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള കാന്താരിമുളക് ഒന്ന് ചതച്ചെടുക്കാം. കാച്ചി ഒഴിക്കാനുള്ള കുഞ്ഞുള്ളിയും കൂടി എരിഞ്ഞു വെച്ചാൽ പകുതി പരിപാടി കഴിഞ്ഞു. വെന്ത് വന്ന കപ്പ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കാം. ഉടച്ച കപ്പയിലേക്ക് ചതച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഉടച്ച കപ്പയും തേങ്ങയുടെ 2-ാം പാലും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ തേങ്ങയുടെ 1-ാം പാലും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1-ാം പാല് തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം. തിളച്ച് പോയാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള പരിപാടി നോക്കാം. ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ അത് പാൽക്കപ്പയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ പാൽക്കപ്പ ഇവിടെ സെറ്റായി.